H1B വിസയുടെ പേരിൽ ഇന്ത്യക്കാർക്കെതിരെ നടക്കുന്ന അധിക്ഷേപം കുറച്ച് നാളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മളെല്ലാം വിഷമിപ്പിക്കുന്നുമുണ്ട്, വേദനിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ഇന്ന് കണ്ട ഒരു വീഡിയോ ആകപ്പാടെ ഒരു അലോസരമായിട്ട് തോന്നി. ഈ അധികൃതർ നമ്മളെന്തെങ്കിലും കുറ്റകൃത്യങ്ങളോ അല്ല തെറ്റായ കാര്യങ്ങളോ ചെയ്താൽ അധികാരമുള്ളവർ വന്ന് നമ്മളോട് ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളോട് ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നു. അത് നമുക്ക് മനസ്സിലാക്കാം. നമ്മളോട് ഉത്തരം ചോദിക്കുന്നു, ഒരു മറുപടി തരണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതിപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഒരു ചെറുപ്പക്കാരി, ഒരു യൂട്യൂബർ, അവർ ഒരു ക്യാമറയുമായിട്ട് ചെല്ലുകയാണ്, ചെന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇത് ടെക്സസിൽ ആണ് സംഭവിക്കുന്നത്. ടെക്സസ് ആണല്ലോ ഇപ്പം ഈ H1 വിസയും അതുപോലെ തന്നെ ഒരു ഇമിഗ്രേഷൻ വിരോധത്തിൻ്റെ ഒരു എപ്പിസെൻ്ററായിട്ട് മാറിയിരിക്കുന്നത് ഇപ്പോൾ ടെക്സസിലെ ഫ്രിസ്കോ സിറ്റി ഇതൊക്കെയാണ്. അപ്പോൾ ഇവർ ചെല്ലുന്നു. അതിൻ്റെ ഒരാളുടെ വീടാണെന്ന് ഞാൻ കരുതുന്നു. ആ വീഡിയോ കണ്ടിട്ട് വീടാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് നാഗാർജുന റെഡ്ഡി സാഗം എന്നാണ് അയാളുടെ പേര്. അപ്പോൾ അയാളുടെ ഈ സ്ത്രീയുടെ പേര്, ഈ യൂട്യൂബറുടെ പേര് സാറാ ഗോൺസാലസ്. അപ്പോൾ അവർ ചെന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ H1 വിസയിൽ ഇങ്ങേർക്കൊരു കമ്പനിയുണ്ട്, ആ കമ്പനിക്ക് വേണ്ടിയിട്ട് 30 H1 വിസക്കാരെ സ്പോൺസർ ചെയ്തു. അപ്പോൾ ആ സ്പോൺസർ ചെയ്ത് അഡ്രസ്സിൽ ചെന്നപ്പോൾ ആ അഡ്രസ്സിൽ അങ്ങനെ അധികം പേരെ കാണുന്നില്ല. അതുമാത്രമല്ല, ഈ പറഞ്ഞ ഫോണൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഈ H1 വിസ ഇതിങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു. ഇങ്ങനെ ഒരാളെ ചോദ്യം ചെയ്യുകയാണ് പരസ്യമായിട്ട്. അപ്പോൾ ഇയാൾ ആദ്യം മര്യാദയ്ക്ക് മറുപടി പറയുന്നു. പിന്നീട് ഇവരുടെ ചോദ്യത്തിൻ്റെ ആ ശൈലി അങ്ങ് മാറിയപ്പോഴത്തേക്ക് അപ്പം അയാളും പറയുന്നത് ഇത് ഇന്ത്യക്കാർക്കെതിരെയുള്ള ഒരു ആക്രമണമാണ് ഈ നടത്തുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇത് റേസിസമാണെന്ന് നിങ്ങളുടെ ഒരു ആരോപണമാണ്, നിങ്ങൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു പല്ലവിയാണ്. ഇന്ത്യക്കാരിതെല്ലാം ദുരുപയോഗം ചെയ്യുകയാണ് H1 വിസ, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ആ വീഡിയോ ഒന്ന് കാണണം, എന്നാലേ അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുകയുള്ളൂ. ഇപ്പം നമ്മളത് പറഞ്ഞ് വഷളാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ആരെങ്കിലും വന്ന് നമ്മളെ നമ്മുടെ വീഡിയോ എടുത്ത് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ കഴിവതും ഉത്തരം പറയേണ്ടതുണ്ടോ? ഇപ്പം പോലീസ് ചോദിച്ചാൽ കൂടി നമുക്ക് മിറാൻഡ റൈറ്റ്സ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് മറുപടി പറയാതിരിക്കാം. അപ്പോൾ ഈ ഒരു യൂട്യൂബർ ഒരു നല്ല പത്രക്കാരി പോലുമല്ല. ഒരു നല്ല പത്രക്കാരനാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അതുപോലുമല്ല. വന്ന് ചോദിച്ചാൽ ഉടനെ മറുപടി പറയേണ്ട കാര്യമില്ല. അപ്പോൾ അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു. എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അത് അധികാരമുള്ളവർ വരുമ്പോൾ പറയാം, അതിനുള്ള അധികാരം വേണമല്ലോ. ഇതിപ്പോൾ യൂട്യൂബർ ചോദിച്ചാൽ പറയേണ്ട കാര്യം എന്താണ്? അപ്പോൾ അലോസരമാണെങ്കിൽ, ന്യൂസൻസ് ആണെങ്കിൽ പോലീസിനെ വിളിക്കാം, ഞാൻ പോലീസിനെ വിളിക്കാം, നമുക്ക് നിയമപരമായിട്ട് കാര്യങ്ങൾ പോകാം എന്ന് സൗമ്യമായിട്ട് പ്രതികരിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെയുള്ള ആളുകൾ അവർ ഈ ആക്ടിവിസ്റ്റ് പത്രക്കാരല്ല, മീഡിയ പ്രവർത്തകർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെരഞ്ഞു പിടിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അപ്പോൾ അത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ മറ്റുള്ളിടത്തും ആവർത്തിക്കില്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെപ്പറ്റി ആവർത്തിക്കില്ല എന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ നേരിടേണ്ട സൗമ്യമായിട്ട്, നമ്മൾ കാര്യമായിട്ടൊന്നും പറയേണ്ടതില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലീഗലായിട്ട് അല്ലെങ്കിൽ പോലീസിനെ വിളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യാവുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇവർ ഈ സാറാ ഗോൺസാലസ് ചില്ലറക്കാരിയല്ല. അവർ നേരത്തെ ഒരു ചൈനക്കാരൻ്റെ ഇതുപോലെ തന്നെ H1 വിസയ്ക്ക് സ്പോൺസർ ചെയ്ത ഓഫീസിൽ ചെന്നപ്പം അവിടെ ഓഫീസും ഇല്ല, ഒന്നുമില്ല, കാട് പിടിച്ച് കിടക്കുകയാണ്. അത് കാണിച്ചുകൊണ്ട് അവർ വീഡിയോ ചെയ്തു. അത് കണ്ട് സ്റ്റേറ്റ് അറ്റോർണി ജനറൽ ഈ സ്ഥാപനത്തിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതും ശരിയല്ല. ഈ കള്ളത്തരം കാണിക്കുന്നതും തെറ്റ് കാണിക്കുന്നതും അതും ശരിയല്ല. നമ്മുടെ ഭാഗത്തും പൂർണ്ണമായിട്ടും ശരിയും എല്ലാം ലീഗലായിട്ട് തന്നെ വേണം പോകാനായിട്ട്. അല്ല കള്ളത്തരവും ഈ തട്ടിപ്പുമൊക്കെ അതിൻ്റെ ഒരു കാലം കഴിഞ്ഞു എന്ന് തോന്നുന്നു. വിസ കാര്യങ്ങളിലൊക്കെ നമുക്ക് തന്നെ അറിയാം, പല വിസകൾ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾ വരുന്നു, അല്ലെ ആ ഇല്ലാത്ത ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കി പേപ്പർ വർക്കൊക്കെ ചെയ്ത് വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള തട്ടിപ്പ് വെട്ടിപ്പ് പരിപാടികളൊക്കെ നടന്നത് നമുക്കറിയാം. പക്ഷേ അതിൻ്റെ കാലമെല്ലാം കഴിഞ്ഞു പോയി. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തവരും ചെയ്യുന്നവരും സൂക്ഷിച്ചിരിക്കുക. ഇങ്ങനെയുള്ള സർക്കാർ മാത്രമല്ല, ഇങ്ങനെ ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അന്വേഷകരും ഒക്കെ വരും. അവരുടെ മുന്നിൽ അവർ ഇത് വീഡിയോ എടുത്തിട്ട് അത് ലോകം മുഴുവൻ അങ്ങ് വരുമ്പോഴത്തേക്ക് അത് വലിയ ഒരു പ്രശ്നമായി മാറുകയും ചെയ്യും. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതിനെപ്പറ്റി കൂടുതൽ ആ വീഡിയോ താല്പര്യമുള്ളവർ കാണാം. യൂട്യൂബിൽ ഈ എക്സിൽ നോക്കിയാൽ മതി. അത് ട്വിറ്ററിൽ അത് ലഭ്യമാണ്. സാറാ ഗോൺസാലസ് എന്നടിച്ചാൽ മതി. അതിൻ്റെ കൂടെയാണ് ഈ മിസൂറി സെനറ്റർ എറിക് ഷ്മിറ്റ് പറഞ്ഞിരിക്കുന്നത്, ഈ ആന്ധ്രയിൽ ഒരു വിസ ബാലാജി ടെമ്പിളുണ്ട്. അത് ഈ വിസ കിട്ടാൻ വേണ്ടി അവിടെ പോയി ആളുകൾ പ്രാർത്ഥിക്കും.
പിന്നെ നമ്മുടെ പാസ്പോർട്ടും ഒക്കെ വെച്ചിട്ട് വിസ അടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് H1 വിസയ്ക്കും മറ്റും വേണ്ടി. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നൊരു വിസ കാർട്ടലാണ്, ഒരു ഗൂഢസംഘമാണ് ഇതെല്ലാം ഈ വിസയ്ക്ക് പിന്നിൽ ഉള്ളത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ക്ഷേത്രത്തിൽ പോയി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും എന്ന് പറഞ്ഞത് എല്ലാം അമേരിക്കയിലെ പിന്നെ ജോലിക്കാരെ അത് ദോഷമായിട്ട് ബാധിക്കുന്നു, അമേരിക്കക്കാരെ ദോഷമായിട്ട് ബാധിക്കുന്നു. ഇതൊക്കെയാണ് അദ്ദേഹവും പറയുന്നത്. അപ്പോൾ എങ്ങനെയായാലും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പലപ്പോഴും പിന്നെ കഴമ്പില്ലാത്തതാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പം ബിസാ ബാലാജി ടെമ്പിൾ ഏതെങ്കിലും ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിലോ പോയി പ്രാർത്ഥിക്കുന്നത് ഇപ്പം നമ്മളൊരു ഉദ്ദിഷ്ടകാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുറ്റകൃത്യമോ മോശമായ ഒരു കാര്യമോ അല്ല. അതുപോലും ഒരു പിന്നെ ഒരു മോശമായ രീതിയിൽ ഒരു എന്തോ ഒരു നിഗൂഢ ലക്ഷ്യത്തോടെയുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നത് വാസ്തവം പറഞ്ഞാൽ അത് ഖേദകരമാണ്. ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നല്ലാതെ ഇപ്പം നമ്മളതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ ഒരു അവയർനെസ് അത്രമാത്രമേ നമ്മൾ ഈ പങ്ക്തിയിലൂടെ ഉദ്ദേശിക്കുന്നുള്ളൂ.